ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് യൂണിറ്റ് 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇന്നും അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന മിക്ക ക്വസ്റ്റ്യൻസും എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയതാണ്. ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയതാണ്. ഇന്നിനി നോക്കാനുള്ളത് ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറൊരു ഫയൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. അതിന് റിലേഷൻ വിൽ വർക്ക്സ് ഓൺ എ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു എ കോമ ബി വേർ എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ബൈ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ കോൺസെപ്റ്റ് എന്താണ്? സിമെട്രിക്, റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ് കോൺസെപ്റ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയും ബിയുടെയും വാല്യൂസ് എന്താ പറയാ, ഒരു സെറ്റ് ഓഫ് ഇന്റിജേഴ്സിൽ ഏത് വാല്യൂസ് വേണമെങ്കിൽ എടുക്കാം. എ മൈനസ് ബി ചെയ്യുമ്പോൾ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് റിഫ്ലെക്സീവ് ആണോ എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവിന് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ പറയാം, റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയിട്ടുള്ള റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്നാ പറയാ. അതല്ല റിഫ്ലെക്സീവും ആന്റി സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയും. ഈ രണ്ടെണ്ണമാണ് ഇൻഡയറക്ട്ലി അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആദ്യം തന്നിട്ടുള്ള റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവും. ഫസ്റ്റ് നമ്മൾ എ എന്ന് പറയുന്ന വാല്യൂ എന്ന് വെച്ചാൽ എ മൈനസ് ബി ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കേണ്ടത്. അപ്പൊ എ മൈനസ് എ ഈക്വൽ ടു ബി ആവുന്ന കേസാണ് എന്തെന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആവുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ മൈനസ് എ ഈക്വൽ ടു 0 അല്ലെങ്കിൽ എ മൈനസ് എ ഈക്വൽ ടു എന്താണോ വിച്ച് ഇസ് ഡിവിസിബിൾ, ഒരു വാല്യൂ കിട്ടും, അത് ഡിവിസിബിൾ ബൈ 3 ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഇന്റിജർ എടുക്കുകയാണെന്ന് നോക്കി, 3 വേണ്ട 4 എടുക്കുകയാണെന്ന് വിചാരിക്കും. 4 മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. 0 ഈസ് ഡിവിസിബിൾ ബൈ 3. യെസ്. അപ്പോൾ എന്താ പറയാ, ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താ പറയാ, ഏതെങ്കിലും ഒരു ഇന്റിജർ വാല്യൂ എടുക്കുകയാണെന്ന് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഇസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പൊ ഫസ്റ്റ് റിഫ്ലെക്സീവ് ആണെന്ന് മനസ്സിലായി. ഇനി സിമെട്രിക് ആണോ നോക്കണം. സിമെട്രിക് ആണോ എന്ന് നോക്കാനായിട്ട് എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ നമ്മൾ അതിന്റെ ഉൾട്ട ഓപ്പോസിറ്റ് പറയും, ബി മൈനസ് എയും ഡിവിസിബിൾ ബൈ 3 ആവണം. അങ്ങനെയാണ് സിമെട്രിക്കിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ എ മൈനസ് ബി ഡിവിസിബിൾ ബൈ 3 ആണെന്ന് അവർ ഓൾറെഡി പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് ബി മൈനസ് എയും ഡിവിസിബിൾ ബൈ 3 ആണോ എന്നുള്ളതാണ്. അപ്പൊ ബി മൈനസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാൻ പറ്റും. ബി മൈനസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബി മൈനസ് എ എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ എ മൈനസ് ബിന്റെ നെഗേഷൻ അല്ലെങ്കിൽ മൈനസ് ഓഫ് എ മൈനസ് ബി, അതാണല്ലോ ഈ പറയുന്ന ബി മൈനസ് എ. ഇപ്പൊ ബി മൈനസ് എയും എ മൈനസ് ബിയും ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ അത് സിമെട്രിക് ആണെന്ന് പറഞ്ഞു. അപ്പൊ ബി മൈനസ് എ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഇത് ഈ പറഞ്ഞ എ മൈനസ് ബിനെ മൈനസ് പുറത്തിട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മൈനസ് എ, അതേപോലെ തന്നെ മൈനസും മൈനസും കൂടി പ്ലസ് ആവും. ദാറ്റ് മീൻസ് പ്ലസ് ബിയും മൈനസ് എയും ആണ് വരിക. ദാറ്റ് മീൻസ് ബി മൈനസ് എ. ഇങ്ങനെയാണ് ഇതിൽ ഇങ്ങനെ ആലോചിക്കേണ്ടത്. എ മൈനസ് ബി ഡിവിസിബിൾ ബൈ 3 ആണെന്ന് പറഞ്ഞു. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം വെച്ചാൽ ഏതെങ്കിലും ഇന്റിജർ വാല്യൂ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി മൈനസ് എ ഡിവിസിബിൾ ബൈ 3 ആവോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ബി മൈനസ് എ നമ്മൾ മൈനസ് ഓഫ് എ മൈനസ് ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 3 ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ പറയുന്ന എ മൈനസ് ബി ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ അതിന്റെ മൈനസ് വാല്യൂസും ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും, നെഗറ്റീവ് വാല്യൂസും ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. അപ്പൊ ഇത് എന്താണ്? സിമെട്രിക് ആണ്. എ മൈനസ് ബി ഡിവിസിബിൾ ബൈ 3 ആണ്. ബി മൈനസ് എ എടുക്കുകയാണെങ്കിൽ ഡിവിസിബിൾ ബൈ 3 ആണ്. നോർമൽ നമ്മൾ ആലോചിക്കുന്ന പോലെ ആലോചിച്ചാൽ ബി മൈനസ് എ ഡിവിസിബിൾ ബൈ 3 ആയിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ ഇവിടെ ആലോചിക്കേണ്ടത് ബി മൈനസ് എനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റേറ്റ് ചെയ്യാം? മൈനസ് ഓഫ് എ മൈനസ് ബി എന്നുള്ളത് എടുക്കാം. അപ്പൊ അതിന്റെ എന്താ പറയാ, ഒരു നെഗറ്റീവ് വാല്യൂ വരുന്നുള്ളൂ. വാല്യൂ നെഗറ്റീവ് ആയാലും ഇറ്റ് വിൽ ബി ഡിവിസിബിൾ ബൈ 3. ഇനി ട്രാൻസിറ്റീവ് ആവാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എ മൈനസ് ബി ഉണ്ട്, ബി മൈനസ് സിയും ഉണ്ട് എന്ന് വിചാരിക്കുക. 2 വാല്യൂസ് ഉണ്ട്, എ മൈനസ് ബിയും ഉണ്ട്, ബി മൈനസ് സിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ എ മൈനസ് സി ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ബൈ 3 ആണ്, ബി മൈനസ് സിയും ഡിവിസിബിൾ ബൈ 3 ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് സി ഡിവിസിബിൾ ബൈ 3 ആണ് ആവേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ മൈനസ് ബി പ്ലസ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബി മൈനസ് സി രണ്ടും ഡിവിസിബിൾ ബൈ 3 ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനെയും നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉണ്ടാവുക? ഇവിടെ
കട്ട് ചെയ്ത് പോവും. പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസും 2b കട്ടായി പോയിട്ട് a മൈനസ് സിയിൽ എന്താണ് ഡിവിസിബിൾ ബൈ 3 ആണ്. ദാറ്റ് മീൻസ് a-c ഇതിനകത്ത് തന്നെ ഉണ്ട്. a-b എന്ന് പറയുന്നതും b-cയിലും b ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ a-c ഉണ്ട്. a-c ഈസ് ഡിവിസിബിൾ ബൈ 3. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ a-bയും b-cയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ബിയുടെ വാല്യൂ നെഗറ്റീവ് പോസിറ്റീവ് വാല്യൂ കളഞ്ഞിട്ടുണ്ടെങ്കിൽ a-cയും നമുക്ക് എന്താണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ 3 കേസും ട്രൂ ആയതുകൊണ്ട് ഇതൊരു ഈക്വാലൻസ് റിലേഷൻ ആണ്. ഇനിയിപ്പോ ഇതിൽ തന്നെ പാർഷ്യൽ ഓർഡർ റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ സിമ്മട്രിക് എന്ന് പറയുന്നതിന് പകരം ആന്റി സിമ്മട്രിക് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. അത്രയാണ് വ്യത്യാസം. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. ഇത് ഇനി 2024 ഇത് കുറച്ച് ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് റിലേഷൻസ് ലൈക്ക് 1 2 3 4 സെറ്റ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഒരു 4 എലമെന്റ്സ് ഉള്ള സെറ്റ് തന്നിട്ടുണ്ട്. അവര് അതിൽ പറയുന്ന റിലേഷൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് റിഫ്ലെക്സീവ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുകയാണ് ഏതൊക്കെ റിലേഷൻസ് ആണ് ഇതിൽ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഓൾറെഡി പറഞ്ഞു a-b-യും 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ a=b ആവുന്ന കണ്ടീഷൻ. ദാറ്റ് മീൻസ് എയും തന്നെ റിലേറ്റഡ് ആവുന്ന കേസ്. എയും ബിയും 2 വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനോട് തന്നെ റിലേറ്റ് ആവുന്നതിനെയാണ് റിഫ്ലെക്സീവ് എന്ന് പറയാം. അല്ലെങ്കിൽ എയും ബിയും 2 വാല്യൂസ് ഉണ്ടെങ്കിൽ a ഈസ് ഈക്വൽ ടു ബി ആവണം. a ഈസ് ഈക്വൽ ടു ബി എപ്പോഴാവുക? എയുടെ വാല്യൂ തന്നെ ബിക്കും വരുമ്പോൾ. ദാറ്റ് മീൻസ് a 1 ആണെങ്കിൽ ബിയും 1 ആവണം. എന്നാൽ മാത്രമാണ് ഇത് റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പോൾ a ഈക്വൽ ടു ബി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് സെൽഫ് റിലേറ്റഡ്. അതിനെയാണ് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടാവും. 1,1 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് ഉണ്ട്, അത് ഓൾറെഡി സെൽഫ് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി 2,2 അഗെയിൻ അതും സെൽഫ് റിലേറ്റഡ് ആണ്. 3,3 ഇതിനകത്ത് ഇല്ല. സോ നമുക്കത് ഫസ്റ്റത്തെ R1 എന്തായാലും എന്തല്ല, റിഫ്ലെക്സീവ് അല്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് നോക്കുക 1,1 അതും എന്താണ്, നമുക്ക് റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ ഇതിനകത്ത് ബാക്കി എലമെന്റ്സ് റിഫ്ലെക്സീവ് ആയിട്ട് കാണിക്കുന്നില്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1,1 ഉണ്ട്, 2,2 ഉണ്ട്, 3,3 ഇല്ല, മിസ്സിംഗ് ആണ്. എല്ലാ എലിമെന്റ്സിന്റെയും സെൽഫ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ R1 ഇസ് നോട്ട് റിഫ്ലെക്സീവ്. ഡെഫിനറ്റ്ലി R2 റിഫ്ലെക്സീവ് അല്ല, കാരണം 1,1 മാത്രമേ ഉള്ളൂ. ബാക്കി എലിമെന്റ്സ് ഒന്നും റിഫ്ലെക്സീവ് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നില്ല. 2,2, 3,3, 4,4 ഒന്നും ആ ഒരു സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് R3നകത്ത് 1,1 ഉണ്ട്, 1,2 പിന്നെ 2,2 ഉണ്ട്, 3,3 ഉണ്ട്, 4,4 ഉണ്ട്. അപ്പൊ ഇതിൽ ഈ 4 എലമെന്റ്സും 1 2 3 4 എലമെന്റ്സും സെൽഫ് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട് R3 റിലേഷനിൽ. സോ R3 എന്തായാലും ആൻസറിൽ ഉണ്ടാവും. അപ്പൊ R3 എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ്. C വരണ ആൻസർ ഇതന്നെയായിരിക്കും ആൻസർ. ബാക്കി എല്ലാത്തിലും A വരണോണ്ട് നമുക്ക് എന്തായാലും അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇതിനകത്ത് R4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു എലമെന്റ് പോലും സെൽഫ് റിലേറ്റഡ് ആയിട്ടില്ല. R5 എന്ന് പറയുന്നതും 1,1 ഉണ്ട്, 2,2 ഉണ്ട്, 3,3 ഉണ്ട്, 4,4 ഉണ്ട്. അപ്പൊ 1 1 2 2 3 3 4 4 ഉള്ളത് ഇയിലും സിയിലും ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് C ആൻഡ് E ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയുള്ളതാണ് റിഫ്ലെക്സ്. ഈ റിഫ്ലെക്സീവ്, ആന്റി സിമ്മട്രിക്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് ഇത് എന്തായാലും ചോദിക്കും. ഒരു കൈൻഡ് ഓഫ് ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് ഞാനിത് പറയണില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൂളിയൻ എക്സ്പ്രഷൻ ഇസ് എ ഡ്യുവൽ ഓഫ് ദിസ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇത് എനിക്ക് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. പണ്ടും ചോദിച്ചിട്ടുണ്ട്, 2020 ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെയാണ്. ഇത് 20 ഉള്ളതാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ. എനിക്ക് തോന്നുന്നു ഈ പ്ലസിന് പകരം ഇവിടെ ഡോട്ടിന് പകരം പ്ലസ്, അങ്ങനെ എന്തോ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ക്വസ്റ്റ്യനിലുള്ളൂ. ഈ ക്വസ്റ്റ്യൻ എക്സാക്ട്ലി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ അറിയുണ്ടാവും. ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് തന്നിട്ട് ഓപ്പറേറ്റർ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഡ്യുവൽ ആയിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡ്യുവൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ബൂളിയൻ എക്സ്പ്രഷൻ തന്നിട്ടുള്ളത് x+y.z എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഡ്യുവൽ ആയിട്ട് വരുന്നത് ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഡ്യുവൽ എന്ന് പറയുന്നത് പ്ലസിന്റെ ഡ്യുവൽ ആയിട്ട് വരിക പ്രോഡക്റ്റ് ഓപ്പറേറ്റർ ആണ്. ദാറ്റ് മീൻസ് മൾട്ടിപ്ലിക്കേറ്റീവ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓപ്പറേറ്റർ. ഡോട്ട് വരും, ഡോട്ട് ഉള്ളവിടെ എന്ത് വരും, പ്ലസ് വരും. ഇപ്പോൾ പ്ലസ് അഡീഷനും ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷനും ഡ്യുവൽ ടു ഈച്ച് അതർ ആണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് മുന്നേ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 2 തവണ അത് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിലും അത് ആഡ് ചെയ്തിരിക്കുന്നത്. 2020 ചോദിച്ചിട്ടുണ്ട്, ബിഫോർ ഇയറിലും ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെ മുന്നത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഡോട്ടും ഇവിടെ പ്ലസും ആണെന്ന് മാത്രമേ ഒരു ഡൗട്ട് ഉള്ളൂ. ഇങ്ങനെയാണെങ്കിലും ഇതിന്റെ ഡ്യുവൽ കണ്ടുപിടിക്കാൻ പറ്റും. x+y.z എന്ന് വരും. അപ്പൊ ഇതിന്റെ ഡ്യുവൽ, ഇപ്പൊ ഈ ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നാലും അതിന്റെ ഡ്യുവൽ എന്ന് പറയുന്നത് എന്താണ്,
ഈ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തന്നിട്ടുള്ളത് എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ് ആണ്. ഈ പ്ലസ് ഉള്ളവിടെ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യുക, അതേപോലെ ഡോട്ട് ഉള്ളവിടെ പ്ലസ് ഓപ്പറേറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡ്യുവൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആ ഒരു കോൺസെപ്റ്റ് ആണ് അവരിവിടെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ചോദിച്ചു എന്ന് മാത്രം. അങ്ങനത്തെ ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. ഇങ്ങനെ ആ ഒരു പ്രിൻസിപ്പിൾ അറിയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ. അപ്പോൾ എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് എന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ തന്നിട്ടുള്ള എക്സ്പ്രഷന്റെ ഡ്യുവൽ എന്ന് പറയുന്നത്. ഡ്യുവൽ മീൻസ് അതിന്റെ ഒരു കോപ്പി എന്ന് പറയുന്ന മരത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോട്ട് ഓപ്പറേറ്റർ വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് പ്ലസ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ സം കേസസ് 0 വിൽ റീപ്ലേസ് വിത്ത് 1 എന്ന് പറഞ്ഞിട്ട് വരാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസസിലും പ്ലസും ഡോട്ടും വെച്ചിട്ടുള്ള ഡ്യുവാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് അവർ ചോദിക്കുക. അധികവും ചോദിക്കുന്നത് ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. ഇനി ഒരു LPP പ്രോഗ്രാം, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഒരു ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൊല്യൂഷൻ ഉണ്ടോ, സൊല്യൂഷൻ ഇല്ലയോ, അതല്ല സൊല്യൂഷൻ ഫൈനൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണോ, ബൗണ്ടഡ് സൊല്യൂഷൻ ആണോ, അതല്ല ബൗണ്ടറി ഇല്ലാതെ ഇൻഫൈനൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത അങ്ങനത്തെ സൊല്യൂഷൻ ആണോ. ഇത് LPP-നെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. എനിക്ക് തോന്നുന്നു 2019 ടൈമിലും 18 ആ ഒരു ടൈമിലൊക്കെയാണ് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു LPP ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കുറവാണ്. ഇതിന്റെ ഇപ്പൊ തിയററ്റിക്കൽ ആയിട്ടുള്ളത് കൊണ്ട് പറയാം, നമുക്ക് ഗ്രാഫ് വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. നമുക്കൊരു കുറച്ച് ഇക്വേഷൻസ് തരും. ആ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ ഒരു ആൻസർ കിട്ടും. അപ്പോൾ ഒരു ആൻസർ ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ലൈൻസിനെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സൊല്യൂഷൻ ഈസ്, നമുക്ക് പറയാൻ പറ്റും ഇതിനൊരു ബൗണ്ടറി ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഭാഗം മൊത്തം നമ്മുടെ സൊല്യൂഷൻ ഏരിയ ആണ്, അതുപോലെ ഈ ഭാഗം മൊത്തം സൊല്യൂഷൻ ഏരിയ ആണ്. സപ്പോസ് നമുക്കിപ്പോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ അറിയുന്നവർക്ക് ഞാൻ പറയണത് മനസ്സിലാവുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗം സപ്പോസ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്ന സൊല്യൂഷൻ ഈ ഒരു പെർട്ടിക്കുലർ ട്രയാങ്കിളിന്റെ അകത്ത് മാത്രമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരുന്ന സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത് ബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫീസിബിൾ റീജിയൻ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഒരു ചെറിയ ബൗണ്ടഡ് ഏരിയയുടെ അകത്ത് തന്നെ ആയിരിക്കും വരുന്നത്. ബൗണ്ടറി ഉണ്ട്. ഇതിന്റെ അപ്പുറത്ത് ഇവിടെയോ അതല്ല ഇവിടെയോ നമുക്ക് എന്തുണ്ടാവില്ല, സൊല്യൂഷൻ നമുക്ക് എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയാം. ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് അൺബൗണ്ടഡ് സൊല്യൂഷൻ ആണെന്നുള്ളത്. അൺബൗണ്ടഡ് സൊല്യൂഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും സൊല്യൂഷൻ വന്നിട്ട് അൺബൗണ്ടഡ് ആണ്, അതല്ലെങ്കിൽ ബൗണ്ടറി ഇല്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻസ് വന്നിട്ട് ഇത്രയും ഭാഗത്തിൽ മാത്രമേ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത കേസിൽ അങ്ങനെയുള്ള LPP പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തില് ക്വസ്റ്റ്യന് ആൻസർ ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ സൊല്യൂഷൻ എക്സിസ്റ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം, രണ്ടും വരാം. അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് ആയത്. ഓൾവേസ് എക്സിസ്റ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം അൺബൗണ്ടഡ് ആണ്. അപ്പൊ അത് അറ്റ്ലീസ്റ്റ് കളയാം. നെവർ എക്സിസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അൺബൗണ്ടഡ് സൊല്യൂഷൻ ആണെങ്കിലും അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ആണെങ്കിലും ആ റീജിയൻ അകത്ത് നമുക്ക് സൊല്യൂഷൻ കിട്ടിയേക്കാം. അപ്പൊ സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല, ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. അൺബൗണ്ടഡ് വരുന്ന കേസിൽ നമുക്ക് ക്ലിയർ ആയിട്ടും എനിക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്ന് സൊല്യൂഷൻ ഉണ്ട്, ഈ ഒരു ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, സൊല്യൂഷൻ ഉള്ള ഒരു ഏരിയ. ആ ഭാഗത്ത് എനിക്ക് മസ്റ്റ് ആയിട്ടും എനിക്ക് എന്റെ LPP പ്രോഗ്രാമിന് സൊല്യൂഷൻ ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. ചില കേസിൽ സൊല്യൂഷൻ ഇല്ലാണ്ടും വരാം. അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ഈ അൺബൗണ്ടഡ് കേസിൽ വരുന്ന ഒരു ഡൗട്ട്, ഇങ്ങനെ അൺബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഓൾവേസ് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്നുള്ളത് ഒരു ഡൗട്ട് വരാം. ആദ്യത്തെ രണ്ട് ഓപ്ഷൻസും ഡൗട്ട് വരില്ല മിക്കവാറും. അത് ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമാണ് ഡൗട്ട് വരിക. LPP-യിൽ ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സൊല്യൂഷൻ ഉണ്ട് എന്നും പറയാൻ പറ്റില്ല, ഇല്ല എന്നും പറയാൻ പറ്റില്ല. കാരണം സൊല്യൂഷൻ ഉണ്ടാവാം എന്നേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ സൊല്യൂഷൻ ഇല്ലാണ്ടും ഇരിക്കാം. അത് അൺബൗണ്ടഡ് കേസിലാണ്. പക്ഷെ അൺബൗണ്ടഡ് ആകുമ്പോൾ വേറൊരു കൺഫ്യൂഷൻ, സാധാരണ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ കുറച്ചധികം ടൈം എടുത്തത് സോൾവ് ചെയ്ത് നോക്കേണ്ടതാണ്. പക്ഷെ അവർ തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതിൽ സത്യം പറഞ്ഞാൽ ഒന്നും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തിയററ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രമേ പറയുള്ളൂ. ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഗ്രാഫാണ് കിട്ടുക. അപ്പൊ അതിന്റെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങി അറ്റം എത്രയോ വരെ പോകും. ആ സൊല്യൂഷനുള്ള ഫീസിബിൾ റീജിയൻ, സൊല്യൂഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്ന റീജിയൻ വന്നിട്ട് ഒരു ഫൈനൈറ്റ് ആയിട്ട് നമുക്കൊരു ഇത്ര ദൂരം വരയ്ക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇല്ല. അങ്ങനെയുള്ള കേസിലാണ് അൺബൗണ്ടഡ് എന്ന് പറയുന്നത്. പക്ഷെ ഈ അൺബൗണ്ടഡ് ആവുന്ന കേസിൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് വരാം. അതൊരു കേസ് ഉണ്ട്.
ആ തേർഡ് കേസിൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ്, ഫൈനൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ല, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ചാൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഓൾവേസ് എക്സിസ്റ്റ് എന്ന് എന്തായാലും പറയാൻ പറ്റില്ല, അൺബൗണ്ടഡ് ആണ്, ചിലപ്പോൾ ഉണ്ടാവും. നെവർ എക്സിസ്റ്റ് എന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അൺബൗണ്ടഡ് ആണെങ്കിലും സൊല്യൂഷൻ ഉണ്ടായേക്കാം. പക്ഷെ ഈസ് ഓൾവേസ് ഇൻഫൈനൈറ്റ് വേണമെങ്കിൽ ചിലപ്പോൾ ഡൗട്ട് വരാം കുറച്ച് പേർക്കെങ്കിലും. പക്ഷെ ഓൾവേസ് എന്നുള്ള വേർഡ് ആണ് ഇവിടെ നോക്കേണ്ടത്. ഇങ്ങനെ നെറ്റിനൊക്കെ നമ്മൾ എപ്പോഴും ഓപ്ഷൻസ് വായിക്കുമ്പോൾ 2 വട്ടം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒക്കെ ഒരു ടേം അവിടെ സ്ട്രെസ് ചെയ്തിട്ടുണ്ടാവും. ഈ അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ്, മേ ബി, മേ നോട്ട്, അല്ല നെവർ, എവർ, ഓൾവേസ് എന്നൊക്കെയുള്ള വേർഡ്സ് തന്നിട്ടുണ്ടാവും. അതിനർത്ഥം എന്താണ്? എപ്പോഴും എന്നാണ്. ഓൾവേസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? എപ്പോഴും അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ വരുന്ന LPP പ്രോഗ്രാംസ്, LPP-യിൽ അൺബൗണ്ടഡ് ആയിട്ടാണ് ഫീസിബിൾ റീജിയൻ വരണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഇറ്റ് സൊല്യൂഷൻ ഈസ് ഇൻഫൈനൈറ്റ് അല്ല, അതിന്റെ സൊല്യൂഷൻ എപ്പോഴും ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഓൾവേസ് എന്നുള്ള ടേം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ആൻസർ ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് വരാം, സൊല്യൂഷൻ ഇൻഫൈനൈറ്റ് ആവാൻ ചാൻസസ് ഉണ്ട് എന്നർത്ഥം. അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടേം തന്നിട്ടുള്ള ഓപ്ഷൻ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ഓപ്ഷൻ ഇങ്ങനെയല്ല തന്നത്, ഇൻഫൈനൈറ്റ് ദർ ഇസ് എ ചാൻസ് ഓഫ് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ് എന്ന് വിചാരിച്ചാൽ യെസ്, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആവാൻ ചാൻസസ് ഉണ്ട്, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് കിട്ടാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ മതി. ഇങ്ങനെ അൺബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ സൊല്യൂഷനേ ഇല്ല, അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവാം എന്ന് മാത്രമല്ല ഇതിലോ ഒരു പോയിന്റ് ഉള്ളത്, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് വരുന്ന കേസസ് ഉണ്ട്. അപ്പോൾ ഓൾവേസ് ഇൻഫൈനൈറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ അല്ലാതെ പോയത്. ഈ ആൻസർ മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് സൊല്യൂഷൻ എന്നാണുള്ളത് ആൻസർ വരും. കണ്ടോ, നോട്ട് ഓൾവേസ്, എല്ലാ കേസിലും ഇൻഫൈനൈറ്റ് അല്ല, ചില കേസസിലെങ്കിലും ഫൈനൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആണെങ്കിൽ കൂടി, ബൗണ്ടറി ഇല്ലാതെ അൺബൗണ്ടഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, അൺബൗണ്ടഡ് ആയിട്ടുള്ള ഫീസിബിൾ റീജിയൻ ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസും അല്ല ഫൈനൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഓൾവേസ് ഇൻഫൈനൈറ്റ് ആണ്, കാരണം ബൗണ്ടറി ഇല്ലല്ലോ, അതുകൊണ്ട് ഓൾവേസ് ഇൻഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കരുത്. അങ്ങനെ എവിടെയും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 2019 ടോട്ടോളജി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, പ്രപ്പോസിഷൻസ് ലോജിക്കലി ഈക്വലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടോളജി അല്ല, ലോജിക്കലി ഈക്വലന്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇല്ലേ പകുതി, സോറി, ഇതിലെ ക്വസ്റ്റ്യൻ ഇല്ല. പ്രൊപ്പോസിഷൻസ് തന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് ലോജിക്കലി ഈക്വലന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് ഈ പോയിന്റ് പറഞ്ഞു പോകാം, ക്വസ്റ്റ്യൻ ഹാഫ് കാണാനില്ല അതില്. പ്രപ്പോസിഷൻസ് ഇതിൽ ഏതാണ് ലോജിക്കലി ഈക്വലന്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനോട് ഈക്വലന്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇത് ഇത്രയെങ്കിലും ഓർത്ത് വയ്ക്കുക. ഇത് P implies Q ആണ്. P implies Q which is always equivalent to negation P distinction Q, which is equivalent to negation P implies negation Q implies negation P. ഈ 3 സ്റ്റേറ്റ്മെന്റും ഈക്വൽ ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് അങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാം. P then Q അല്ലെങ്കിൽ P implies Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ഈക്വലന്റ് ടു നെഗേഷൻ P distinction Q, അത് വിച്ച് ഇസ് ഈക്വലന്റ് ടു, അതും എന്താണ്, ഈക്വലന്റ് ടു നെഗേഷൻ Q implies negation P. ഇതെല്ലാം ഈ 3 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്, ഈക്വൽ, ലോജിക്കലി ഈക്വലന്റ് ആണ്. ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരേ ആൻസർ കിട്ടും. അതുകൊണ്ടാണ് ഇത് ലോജിക്കലി ഈക്വലന്റ് എന്ന് പറയാൻ കാര്യം. ദാറ്റ് മീൻസ് സെയിം മീനിങ് ആണ്. ഈ ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോന്റെ ഒരു കേസാണ് P ഡിസ്ജങ്ഷൻ. ഡിസ്ട്രിബ്യൂട്ടീവ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. P ഡിസ്ജങ്ഷൻ Q കൺജഷൻ R ഈക്വൽ ടു എന്ന് പറയുന്നത് ലോജിക്കലി ഈക്വലന്റ് ടു P ഡിസ്ജങ്ഷൻ Q കൺജഷൻ P ഡിസ്ജങ്ഷൻ R. ഇനി തന്നിട്ടുള്ളത് കൺസിഡർ ദ ഫോളോയിങ് ഇഫ് P and Q ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് അറിയേണ്ടത് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ്. ദാറ്റ് മീൻസ് Pയും Qവും 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിന്റെ ഈക്വാലൻസി തന്നിട്ടുണ്ട്. നെഗേഷൻ P കൺജഷൻ Q വിച്ച് ഈസ് ഈക്വലന്റ് ടു നെഗേഷൻ P ഡിസ്റ്റിങ്ഷൻ നെഗേഷൻ Q. അതേപോലെ തന്നെ വേറൊരെണ്ണം തന്നിട്ടുള്ളത് നെഗേഷൻ ഓഫ് P ഡിസ്റ്റിങ്ഷൻ Q എന്ന് പറയുന്നത് നെഗേഷൻ P കൺജഷൻ നെഗേഷൻ Q. യെസ്, ഇത് ട്രൂ ആണ്. ഇതൊരു ലോ തന്നെ ഉണ്ട് ഇങ്ങനെ. അടുത്തത് P കൺജഷൻ നെഗേഷൻ P എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വലന്റ് ടു ട്രൂ, വിച്ച് ഇസ് ഈക്വലന്റ് ടു ലോജിക്കലി വിച്ച് ഈസ് ഈക്വലന്റ് ടു ദ കേസ് ട്രൂ കേസ് ആണ്, അല്ലെങ്കിൽ വിച്ച് വിൽ ഗീവ് എ ട്രൂ വാല്യൂ. നെഗേഷൻ P implies Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വലന്റ് ടു
പി കൺജഷൻ നെഗേഷൻ ക്യൂ. ഇനി പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ക്യൂ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വാലൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് അറിയണം. എല്ലാം 2 ഓപ്ഷനാണ് ഇത് സോൾവ് ചെയ്യാനായിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എന്താ പറയാ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ഓരോന്നിന്റെയും ട്രൂത്ത് ടേബിൾ വരച്ചു നോക്കിയിട്ട് സമയം കുറെ ഉണ്ട്, എല്ലാം ചെയ്ത് കഴിയുന്നുണ്ട്, ആൻസർ അറിയില്ലെങ്കിൽ ആൻസർ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് ഇക്വാലൻസി കണ്ടുപിടിക്കുകയാണ്. രണ്ടിന്റെയും ട്രൂത്ത് ടേബിൾ സെയിം ആയിട്ട് വരികയാണെങ്കിൽ ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിൽ കുറെ ടൈം ഈ ഒരു ക്വസ്റ്റിന് തന്നെ പോകും. പക്ഷെ നമുക്ക് ആൻസർ കിട്ടും ഉറപ്പാ. അപ്പൊ ലാസ്റ്റ് ഒക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല തീരെ അറിയാത്തവരാണ് ഈ ട്രൂത്ത് ടേബിൾ ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസിൽ വരുന്ന വെരി ബേസിക് ഇക്വേഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. നെഗേഷൻ ഓഫ് പി കൺജഷൻ ക്യൂ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ പേരുകളെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. ഡി മോർഗൻസ് ലോ എന്ന് പറയുന്ന ലോ ആണ്. നെഗേഷൻ ഓഫ് പി കൺജഷൻ ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ പി ഡിസ്റ്റിങ്ഷൻ ക്യൂ. ഒന്നുമില്ല, ഈ പറയുന്ന നെഗേഷനെ നമ്മൾ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യാത്രേ ഉള്ളൂ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിലൊക്കെ ചെയ്യുന്ന പോലെ ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പൊ നെഗേഷൻ പി എന്ന് പറയുന്നത് നെഗേഷൻ പി എന്തായി നെഗേഷൻ പി ആയി. അതേപോലെ തന്നെ ഇത് എഗെയിൻ ഉള്ളിലേക്ക് കൊടുക്കുക. ഇതും എന്താണ് നെഗേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ്. അപ്പൊ ഇതും എന്താണ് ഇതിന്റെ ഓപ്പോസിറ്റ് സിമ്പിളായി ഓർ സിമ്പിളായി, ആൻഡ് പോയി ഓർ സിമ്പിളായി. അതേപോലെ ഈ നെഗേഷൻ എഗെയിൻ ക്യൂനും കൊടുക്കുക. അപ്പോൾ നെഗേഷൻ ക്യൂ ആയി. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു റൂളാണ്. ആ ലോന്റെ പേരാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെഗേഷനെ ഉള്ളിലുള്ള ആൾക്കാർക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും നെഗേഷൻ വരും. കൂടെ ആ ഓപ്പറേറ്ററിനും നെഗേഷൻ അപ്ലൈ ആവും, മാറിപ്പോവും. അത്രേ ഉള്ളൂ. ഇത് ഈ ഫസ്റ്റ് ലോ ആണ് എന്താ തന്നിട്ടുള്ളത്, അത് കറക്റ്റ് ആണ്. ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. നമുക്ക് തന്നിട്ടുള്ള നെഗേഷൻ ഓഫ് പി ഡിസ്റ്റിങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ആണ്. ഇനി അടുത്തത് എന്ന് പറയുന്നതും ഡി മോർഗൻസ് ലോന്റെ തന്നെ വേറെ ഓർ ഓപ്പറേറ്റർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗേഷനെ ഉള്ളിലേക്ക് എടുക്കുക. നെഗേഷൻ ഓഫ് പി ഡിസ്റ്റിങ്ഷൻ ക്യൂ എന്നുള്ളത് എന്താണ് ഇവിടെ വരുമ്പോൾ കൺജഷൻ ഓഫ് ക്യൂ ആവും. അതും എന്താണ് ഡി മോർഗൻസ് ലോ ആണ്. ഇനി അടുത്തത് പിയും അതുപോലെ തന്നെ പിന്റെ നെഗേഷനും കൂടി നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ അല്ലെങ്കിൽ ട്രൂ വാല്യൂ കിട്ടുന്നതാണ് പറയുന്നത്. ഇത് ഫോൾസ് ആണ്. ഇത് നമുക്ക് എന്താണ് പിയും പിന്റെ നെഗേഷനും നമ്മളൊരു ട്രൂത്ത് ടേബിൾ വരച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് നമുക്ക് ഓൾവേസ് ട്രൂ കിട്ടണ കേസ് അല്ല. സോ ഇറ്റ് ഇസ് ഓൾവേസ് ഫോൾസ്, നോട്ട് ട്രൂ. ഇനി അടുത്തത് എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത്. നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇഫ് പി ദെൻ ക്യൂ, ദാറ്റ് മീൻസ് അതിന്റെ നെഗേഷൻ. ഇത് എന്ന് പറയുന്നത് പി ആൻഡ് അല്ലെങ്കിൽ പി കൺജഷൻ നെഗേഷൻ ക്യൂ ആണ്. ഇതും ഒരു എന്താണ് സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതും ഡയറക്ട്ലി ഇങ്ങനെ തന്നെ ഇക്വേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിലൊന്നും പുതിയതായിട്ട് അവർ ചോദിച്ചിട്ടില്ല. അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ പഠിച്ചു പോയാലും മതി. ഈ നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ അല്ലെങ്കിൽ പി ദെൻ ക്യൂവിന്റെ ഇതിന്റെ നെഗേഷൻ എടുക്കുന്ന കേസിൽ നമുക്ക് ഇതിനോട് ഈക്വലന്റ് ആണ് പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് വെച്ചെങ്കിൽ നെഗേഷൻ വന്നിട്ട് പിക്കും ക്യൂനും കൊടുക്കുക എന്നുള്ളതല്ല ഇവിടെ വരുന്നത്. കാരണം ഇവിടെ ഇംപ്ലൈസ് ആണ് സിമ്പിൾ, പി ദെൻ ക്യൂ എന്നാണ് വരുന്നത്. അപ്പൊ പി ദെൻ ക്യൂ വരുമ്പോൾ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇതൊരു എക്സിസ്റ്റിംഗ് ഫോർമുലയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു നെഗേഷൻ പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ക്യൂ. ഇത് എന്താണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ചുമ്മാ പിനെയും ക്യൂനെയും നമ്മൾ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അതിനോട് അതിന്റെ നെഗേഷനും ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ എന്താണ് കറക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ഇങ്ങനത്തെ ഒരു ലോ, ഈ ഒരു ലോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എയും ബിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, എ ബി ഡി. അപ്പോൾ ആ കോമ്പിനേഷൻ എന്താണ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്താൽ മതി. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ഗ്രാഫിന്റെ കുറെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ടുള്ള ഗ്രാഫിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്രാഫ് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, കൺസിഡർ ചെയ്യുക. നമ്പർ ഓഫ് വെർട്ടീസസ് ഗ്രേറ്റർ ആൻഡ് ഈക്വൽ ദാൻ 3 എന്നാ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വെർട്ടീസസ് ഉണ്ടോ ആ ഗ്രാഫിന് അതിന്റെ വെർട്ടീസസ് എന്ന് പറയുന്നത് അതിന്റെ നമ്പർ വിച്ച് ഇസ് ഗ്രേറ്റർ ആൻഡ് ഈക്വൽ ദാൻ 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്ട്ലി പറഞ്ഞു വിച്ച് ഇസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 3 എന്നുള്ളതിന്. ദാറ്റ് മീൻസ് ഇഫ് നമ്പർ ഓഫ് വെർട്ടീസസ് ഈസ് ടേക്കൺ ആസ് n, അതോടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് which is greater than or equal to 3 is a Hamiltonian graph if the degree of each vertex is greater and equal to എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആണ്, അതിന്റെ നമ്പർ ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് n is which is greater than or equal to 3 എന്ന് ഓൾറെഡി അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രി എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെർട്ടെക്സുകളുടെ ഡിഗ്രിക്ക് എന്ത് വ്യത്യാസം വരുന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓരോ വെർട്ടെക്സിന്റെ ഡിഗ്രി എങ്ങനെ ഉണ്ടാവും.
അപ്പോൾ ഇഫ് ദ ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് ഈസ് ഗ്രേറ്റർ ആൻഡ് ഈക്വൽ ടു വാട്ട്, equal to number of vertices or equal to double of the number of vertices or half of the number of vertices, 4 times of the number of vertices. അപ്പോൾ തന്നിട്ടുള്ള ഹാമിൽട്ടോണിയൻ ഗ്രാഫിൽ നമ്പർ ഓഫ് വെർട്ടിസസ് എന്ന് പറയുന്നത് n ആണ്, n is always greater than or equal to 3. അങ്ങനെയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി വെർട്ടെക്സുകൾക്ക് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതിലൊരു സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു ഫോർമുല, ഒരു ഇക്വേഷൻ, ഒരു തിയറം ഉണ്ട് ഇതിന്. ഈ ഹാമിൽട്ടോണിയൻ ഗ്രാഫിനെ വെച്ചിട്ട് ഒരു തിയറം ഉണ്ട്, ഡയറാക് തിയറം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഗ്രാഫ്, ഹാമിൽട്ടോണിയൻ ഗ്രാഫ് വിച്ച് ഈസ് n is greater than, n means number of vertices which is greater than or equal to 3 ആണെന്നുണ്ടെങ്കിൽ every vertex has a degree which is greater than or equal to n divided by 2. that means ഇത് ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു തിയറാണ്, ഹാമിൽട്ടോണിയൻ ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു തിയറാണ്. ഇവര് ആ തിയറം എന്താണെന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ തിയറം അറിയുന്നവർക്ക് മാത്രമാണ് ആൻസർ കിട്ടുള്ളൂ. വിച്ച് ഇസ് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു n, നോ, എന്തായാലും ഈക്വൽ ടു n അല്ല, n ഈക്വൽ അല്ല. ഡബിൾ ഓഫ് വെർട്ടിസസ്, n എന്ന് പറയുന്നത് വെർട്ടെക്സിന്റെ നമ്പർ ആണ് എന്ന് പറഞ്ഞു. 2n ആണോ വരിക? അല്ല, നമുക്ക് തിയറത്തിലും 2n പറ്റി ഒന്നും നമ്മൾ പറയണില്ല. ഹാഫ് ഓഫ് ദ നമ്പർ ഓഫ് വെർട്ടിസസ്, യെസ്, എന്താ പറയാ, n ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹാഫ് ഓഫ് ദ നമ്പർ ഓഫ് വെർട്ടിസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ n-ന്റെ ഹാഫ്, ദാറ്റ് മീൻസ് n into 1/2 അല്ലെങ്കിൽ n divided by 2. ഇതാണ് നമ്മുടെ തിയറായിട്ട് മാച്ച് ആവുന്നത്. ഹാമിൽട്ടോണിയൻ ഗ്രാഫുകളിൽ നമ്പർ ഓഫ് വെർട്ടിസസിന്റെ അല്ലെങ്കിൽ വെർട്ടെക്സിന്റെ നമ്പർ 3നേക്കാളും ഗ്രേറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്ന തിയറാണ്, അത് അങ്ങനെ തന്നെയാണ് ആ തിയറം. n is greater than or equal to 3 ആവുന്ന കേസിൽ ദ ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് എന്ന് പറയുന്നത് n divided by 2 ആയിരിക്കും. അതല്ലെങ്കിൽ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതിന്റെ ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രി എന്ന് പറയുന്നത് n divided by 2നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. 4 times 4n ആണോ? അതും അല്ല. സോ ഈ ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ നമ്പർ ഓഫ് വെർട്ടിസസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി കാണിക്കാം, ജസ്റ്റ് വായിക്കണം എന്നുള്ളവർക്ക് വായിച്ചു നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ് ഹാമിൽട്ടൺ ഗ്രാഫ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനും തിയറവും വേണമെങ്കിൽ ഒന്നും കൂടി വായിച്ചു നോക്കാം നിങ്ങൾക്ക്. ഒരു ഗ്രാഫ് G എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, അത് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആണ്. അതിന്റെ വെർട്ടെക്സുകളുടെ നമ്പർ എന്ന് പറയുന്നത് n ആണ്. n is always greater than or equal to 3. vertices are greater than 3 എന്ന് പറയുന്നുണ്ട്. n is greater than or equal to 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രി, ഓരോ വെർട്ടെക്സിന്റെ നമ്പർ അല്ല ചോദിക്കുന്നത്, ഓരോ വെർട്ടെക്സിന്റെ നമ്പർ എത്ര വെർട്ടെക്സ് ഉണ്ടോ അതാണ് n എന്ന് പറയുന്നത്. ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രി എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഇസ് ഗ്രേറ്റർ ആൻഡ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു half of the number of vertices, that means n into 1/2, that means n divided by 2. ഇതാണ് തിയറം, ഡയറാക്സ് തിയറം എന്ന് പറയുന്നത്. ഗ്രാഫ് വിത്ത് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 vertices ഈസ് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. അത് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ എവറി സിംഗിൾ വെർട്ടെക്സ് ഹാസ് എ ഡിഗ്രി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n divided by 2. ഈ തിയറം ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി 2019 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട്. Let f of a function, f is a function which is like a to b a function, which of the following is true if f is 1 to 1, that means 1-on-1 function ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1-on-1 ഫംഗ്ഷനെ പറയുന്ന വേറൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ f എന്ന് പറയുന്ന ഫംഗ്ഷൻ a to b എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. let f is notated as a to b a function. ആ ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ്? 1-on-1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൽ ഏത് വന്നിട്ട് ട്രൂ ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്, 1-on-1 ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കത് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. എവറി എലമെന്റ് ഓഫ് ബി ഹാസ് എ പ്രീ ഇമേജ്. ഞാൻ പറയാമെങ്കിൽ ഇവിടെ ഒരു എ, അതേപോലെ ഇതൊരു ബി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എ ഉണ്ട്, ഇവിടെ ബിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എവറി എലമെന്റ് ഇൻ ബി ഹാസ് എ പ്രീ ഇമേജ്. ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും എയിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടാവുന്നതാണ്. എവറി എലമെന്റ് ഓഫ് ബി ഹാസ് എ പ്രീ ഇമേജ് ഇൻ എ എന്നുള്ളതാണ് മീനിങ്. ഡിസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് എ ഹാസ് ഡിഫറെന്റ് ഇമേജസ്. ഇനി ഡിഫറെന്റ് എലമെന്റ്സ് ഇവിടെ എയിലുള്ള അല്ലെങ്കിൽ എലമെന്റ്സ് ഇൻ എയിലുള്ള എലമെന്റ്സിന് എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് എന്തിലുണ്ടായിരിക്കും? ബിയിൽ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയാണ് വരിക. ഇതാണ് ഫസ്റ്റ് പറയുന്നത്. ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് എ, എവറി സിംഗിൾ പേഴ്സൺ ഇൻ എ
has a image in B. F is necessarily on to. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1-to-1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ മസ്റ്റ് ആയിട്ടും എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് 1-to-1 ആവണമെങ്കിൽ ഓൺ ടൂവും ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു റൂൾ ഇല്ല. ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഇവർ തന്നിട്ടുള്ളത് എഫ് ഇസ് നെസസറിലി ഓൺ ടു. നെക്സ്റ്റ് എയും ബിയും മസ്റ്റ് ഹാവ് ഈക്വൽ കാർഡിനാലിറ്റി. അവർക്ക് രണ്ടുപേർക്കും ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ്, ഈക്വൽ കാർഡിനാലിറ്റി. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ രണ്ടും ഈക്വൽ ആവണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് എ ഹാസ് ഡിഫറെന്റ് ഇമേജസ് എന്നുള്ള ആൻസർ ആണ് കറക്റ്റ്. എത്ര എലമെന്റ്സ് എയിലുണ്ടോ അത്രയും എലമെന്റ്സിന് ബിയിൽ ഒരു ഡിഫറെന്റ് ഇമേജസ് ഉണ്ടായിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1-to-1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഇൻപുട്സിന് ഡിഫറെന്റ് ഔട്ട്പുട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. നോ ടു ഇൻപുട്സ് ഷുഡ് നോട്ട് ഷെയർ ദ സെയിം ഔട്ട്പുട്ട്. രണ്ടുപേരും ഒരേ ഔട്ട്പുട്ട് ഉണ്ടാവരുത്. എത്ര 10 ഇൻപുട്ട് ഉണ്ടെങ്കിൽ 10 ഔട്ട്പുട്ട് അപ്പുറത്തുണ്ടായിരിക്കണം. ഔട്ട്പുട്ടുകൾ ഷെയർ ചെയ്യരുത്. ഇതാണ് ഔട്ട്പുട്ട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എപ്പോഴും ഓൺ ടു 1-on-1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷനിൽ പഠിക്കേണ്ടത്. ഓൺ ടു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എവറി ഔട്ട്പുട്ടിന് അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ട് വേണമെന്നേ ഉള്ളൂ. ഇത് രണ്ടും വ്യത്യാസം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ഇൻപുട്ടിനും ഈച്ച് ആൻഡ് എവറി ഇൻപുട്ടിനും ഡിഫറെന്റ് ഔട്ട്പുട്ടുകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് വ്യത്യാസമല്ലേ? ഇതിനകത്തൊരു പടം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിനകത്ത് നോക്കിയാൽ അറിയാം, എ എന്ന് പറയുന്ന എല്ലാവർക്കും ബിനകത്ത് ഒരു ഇമേജ് വേണം എന്നാണ് പറയണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് എവറി സിംഗിൾ ഇൻപുട്ട് എല്ലാവർക്കും എന്താണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേണം. പക്ഷെ ഇവിടെ എന്താ പറയണേ, ഓൺ ടു ആണ്, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് സർജക്റ്റീവ്. അതിലെന്ന് പറയുന്നത് ഓരോ ഔട്ട്പുട്ടും എവറി സിംഗിൾ ഔട്ട്പുട്ടിന് അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ട് ഉണ്ടായാൽ മതി. ഏതെങ്കിലും ഒരു ഇൻപുട്ട് അപ്പുറത്ത് ഉണ്ടായാൽ മതി എന്ന് മാത്രം. എല്ലാ ഔട്ട്പുട്ടും ഏതെങ്കിലും ഒരു ഇൻപുട്ട് അവിടെ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒന്നിലധികം പേരുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒന്നിലധികം പേരെ റെഫർ ചെയ്താലും കുഴപ്പമില്ല. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1-to-1 ഓൺ ടൂവും കൂടിയും കമ്പൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻപുട്ടിന് എല്ലാവർക്കും ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, വിച്ച് ഇസ് യൂണീക്ക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. എല്ലാ ഔട്ട്പുട്ട്സും എന്താണ് യൂസും ചെയ്തിട്ടുണ്ടാവണം അറ്റ്ലീസ്റ്റ്. അത് വെച്ചാൽ ഇത് രണ്ടും കൂടി പറയുന്നത് എവറി ഔട്ട്പുട്ട് ഹാസ് അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട്. എല്ലാ യുണീക്ക് ആയിട്ടുള്ള ഇൻപുട്ടിനും എല്ലാ യുണീക്ക് ആയിട്ടുള്ള ഇൻപുട്ടിനും യുണീക്ക് ആയിട്ടുള്ള ഔട്ട്പുട്ടും ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് നോക്കുക, എക്ക് മെനി ബി ഉണ്ട്. ദാറ്റ് മീൻസ് എയിലുള്ള ഓരോ എലമെന്റിനും ഒന്നിലധികം എന്താ പറയാ ഇമേജസ് ബിയിലുണ്ട്. ഇത് നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഒരു ജനറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ എ എലമെന്റ് ഒന്നിലധികം പേരെ റെഫർ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന എലമെന്റിന് ബി ക്യാൻ ഹാവ് മെനി എ. പക്ഷെ എന്താണ് ഇവിടെ നോക്കുക, എക്ക് ഇവരിങ്ങനെ റെഫർ ചെയ്തു. പക്ഷെ 2 പേർക്ക് ഒരു ഇമേജിനെ റെഫർ ചെയ്യാം, കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ ഡൈവേർജ് ഇങ്ങനെ പരന്നു പോകുന്നില്ലേ, ഇങ്ങനെ വരുന്നതാണ് ഫംഗ്ഷനായിട്ട് വരാത്തത്. ഇവിടെ നമുക്ക് കൂടിച്ചേരുന്നത് പോലെയാണ്, കാരണം ഇങ്ങനെയാണ് പോകുന്നത്. 2 എലമെന്റ്സ് ഒരാളെ റെഫർ ചെയ്യാണ്, അത് ഫൈൻ. ബി ക്യാൻ ഹാവ് മെനി എ. ബിക്ക് ഒന്നിലധികം എ ആവാം, കുഴപ്പമില്ല. ഇത് ജനറൽ ഫംഗ്ഷൻ ആട്ടോ, നോർമൽ ഫംഗ്ഷന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഒരാൾക്ക് ഇവിടെ ഇല്ല, ഒരു റെഫറൻസ് ഇല്ല, ഒരു ഔട്ട്പുട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അതും കുഴപ്പമില്ല. പക്ഷെ ഇത് എന്ത് പറ്റില്ല, ഇത് നമുക്ക് ഫംഗ്ഷൻ പറ്റില്ല. എ ഹാസ് മെനി ബി ഈസ് നോട്ട് അറ്റ് ഓൾ അലൗഡ്, നോട്ട് അറ്റ് ഓൾ ടു ബി കൺസിഡർഡ് ആസ് എ ഫംഗ്ഷൻ. ജനറൽ ഫംഗ്ഷൻ ഒരു നോർമൽ ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എയിലുള്ള എലമെന്റ്സിനൊക്കെ ബിയിൽ ഒരു ഇമേജ് വേണമെന്നേ ഉള്ളൂ. ഒന്നിലധികം ബിക്ക് ഒന്നിലധികം എ ആവാം. ഇനി ഇൻജക്റ്റീവ് ആണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 1-on-1, അതിന്റെ പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് ഓൾറെഡി പറഞ്ഞു 1-on-1, എയിലുള്ള എല്ലാവർക്കും 1 സിംഗിൾ എലമെന്റ് ബിയിൽ ഉണ്ടായിരിക്കണം. ഉണ്ടല്ലോ, ഇതിനുണ്ട്, ഇവിടെ ഉണ്ട്, മതി. ബിയിലുള്ള എല്ലാവർക്കും തിരിച്ചു വേണമെന്ന് നിർബന്ധമില്ല. ദാറ്റ് മീൻസ് ഇൻജക്റ്റീവ് ആണ്. ഈ തന്നിട്ടുള്ള ഇമേജ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ റെപ്രസെന്റേഷൻ ആണ്, പക്ഷെ സർജക്റ്റീവ് അല്ല. അതിനർത്ഥം ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ബൈജക്റ്റീവ് അല്ല എന്നർത്ഥം. So B can't have many A. B can't have many A. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ 1-on-1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് സർജക്റ്റീവ് അല്ല.
അപ്പൊ ഇത് ഓൺലി ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഇനി സർജക്റ്റീവ് ഫംഗ്ഷൻ മാത്രമാണെങ്കിൽ അത് ഇൻജക്റ്റീവും ആവില്ല. അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇത് രണ്ടും കൂടി വരുന്നത് മാത്രമേ ബൈജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ വിളിക്കുള്ളൂ. ഇൻജക്റ്റീവ് ആണെങ്കിൽ സർജക്റ്റീവ് അല്ല, സർജക്റ്റീവ് ആണെങ്കിൽ ഇൻജക്റ്റീവ് അല്ല. പക്ഷെ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വന്നാലോ ദാറ്റ് ഈസ് ബൈജക്റ്റീവ്. ഇനി എ എന്ന് പറയുന്ന എവറി ബിക്ക് എന്തുണ്ടാവണം എന്നാ പറഞ്ഞത്? ആരെങ്കിലും ഒക്കെ എയിൽ ഉണ്ടാവണം എന്നാ പറഞ്ഞത്. ഏതെങ്കിലും ഒക്കെ ഒരു റിഫ്ലക്ഷൻ എയിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ബിനെ നോക്കിയാൽ മതി. ബിയിലുള്ള എല്ലാവർക്കും എയിലേക്ക് ഒരു റെഫറൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ബി ഇവിടെ കണ്ടോ, ഒരു ബി ഇവിടെ എന്താണ് ഒരു എലമെന്റ് ഇവിടെ റിഫ്ലക്ഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ റിലേഷൻ ഇല്ലാണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ വരുന്ന കേസിൽ ഇത് എന്തല്ല? സർജക്റ്റീവ് അല്ല, ഇത് ഇൻജക്റ്റീവ് മാത്രമാണ്. ഇനി ഇവിടെ നോക്കൂ, ആ എലമെന്റ് ഇല്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? സർജക്റ്റീവ് ആണ്. പക്ഷെ ഒന്നിലധികം പേർക്ക് കണ്ടോ ഒരേ റെഫറൻസ് പോകുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഇങ്ങനെ വരുന്നതിനെയാണ് സർജക്റ്റീവ് എന്ന് പറയാം. ഇറ്റ്സ് നോട്ട് എൻ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി രണ്ടും കൂടിയിട്ട് വരുന്ന കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈജക്റ്റീവും ഇൻജക്റ്റീവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എയിലുള്ള എല്ലാവർക്കും എന്താ പറയാ, എയിലുള്ള എല്ലാവർക്കും ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ തിരിച്ച് ബാക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബിന്റെ റിഫ്ലക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തില്ല, ഒരാൾ പോലും ഔട്ട്പുട്ടിന് ഇൻപുട്ട് ഇല്ലാണ്ട് നിൽക്കുന്നില്ല. ദാറ്റ് മീൻസ് ഇതൊക്കെയാണല്ലോ ഔട്ട്പുട്ട്. ഈ യെല്ലോ കളറിൽ അവർക്ക് ഔട്ട്പുട്ട് ഇല്ലാണ്ട് ഇൻപുട്ട് ഇല്ലാണ്ട് ആരും ഔട്ട്പുട്ട് മാത്രമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കില്ല. ഈ ഒരു അവസ്ഥ ഇല്ല എന്നർത്ഥം. ഇതിനെയാണ് നമ്മൾ ബൈജക്റ്റീവ് എന്ന് പറയുക. ഇതും കുറെ വട്ടം അല്ലെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ വരുന്നതാണ്.